ഓരോ വർഷാവസാനവും ഡിസംബർ എത്തുമ്പോൾ നോവുണരുന്ന കുറേ ഓർമ്മകൾ കൂട്ടിനെത്താറുണ്ട്. മറക്കണമെന്ന് എത്ര കരുതിയാലും വീണ്ടും വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് തിരികെ ഓടി ഒരു തവണയെങ്കിലും കഥ പറഞ്ഞു പോകുന്ന നോവുന്ന ഓർമ്മകൾ. ഇന്ന് ഡിസംബർ 3, നികത്താനാവാത്ത ഒരു ശൂന്യതയിലേക്ക് ജീവിതം വഴിമാറിയ ആ ദിവസമാണിത്. 98 ഡിസംബർ 3. ആ രാത്രിയാണ് ഞങ്ങളുടെ പപ്പ ഞങ്ങളെ വിട്ടുപോയത്. അപ്പോൾ എല്ലാ വർഷവും പപ്പ ഉറങ്ങുന്ന മണ്ണിലേക്ക് ഒരു യാത്ര എനിക്ക് പോകാതിരിക്കാൻ പറ്റൂല. അങ്ങനെ ഞാനും മോനുകുട്ടനും അമ്മയും കൂടിയാണ് രാവിലെ കല്ലറയെങ്കിലേക്ക് പോയത്. പള്ളിമേടയിൽ നിന്ന് സെമിത്തേരിയുടെ താക്കോലൊക്കെ മേടിച്ച് ഞങ്ങളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഉറങ്ങുന്നവരൊക്കെ എത്രയോ ഭാഗ്യം ചെയ്തവരാണെന്ന് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അത്രയേറെ സുഖമായിട്ട് അവർ ഉറങ്ങുകയല്ലേ. നമുക്കൊക്കെ എത്രയോ രാത്രികൾ ഉറക്കമില്ലാത്തതായിട്ട് മാറ്റി വെച്ചിരിക്കുന്നു. ഇവിടെയോ ഇവരൊക്കെ ശാന്തസുന്ദരമായ ഉറക്കത്തിലും. അങ്ങനെ ഞങ്ങളിവിടെ വന്നു. നമ്മളിവിടെ വർഷത്തിൽ 2 ദിവസം നിർബന്ധമായിട്ടും വരാറുണ്ട് കേട്ടോ. അല്ലാതെ പല ദിവസങ്ങളിലും നമ്മൾ വരുമെങ്കിലും ഉറപ്പായിട്ടും വരുന്ന 2 ദിവസങ്ങളാണ് പപ്പയുടെ ഓർമ്മ ദിവസവും പിന്നെ ദുഃഖ ശനിയാഴ്ചയും. അപ്പോൾ ഇവിടെ കുറേ കാടൊക്കെ കയറി കിടക്കുമായിരുന്നു. കുറച്ചൊക്കെ നമ്മൾ വൃത്തിയാക്കി. കല്ലറയിൽ വയ്ക്കാൻ ഞാൻ ഏറെ വെള്ളപ്പൂക്കളാണ് കരുതിയത്. കാരണം പപ്പയ്ക്ക് വെള്ള നിറത്തിനോടായിരുന്നു ഭയങ്കര ഇഷ്ടം. പപ്പയുടെ ഇഷ്ടങ്ങൾ അറിയാനും മക്കളത് സാധിച്ചു കൊടുക്കാനും ഒന്നും കാത്തു നിൽക്കാതെ പപ്പ 42ാമത്തെ വയസ്സിൽ ഞങ്ങളെ വിട്ടു പോയതല്ലേ. 2 ദിവസമായിട്ട് തുടർച്ചയായിട്ട് നമുക്ക് മഴ തന്നെയായിരുന്നു. രാവിലെ ഇവിടേക്ക് പോകുമ്പോഴും എൻ്റെ മനസ്സ് നിറയെ മഴ പെയ്യുമോ എന്നുള്ള പേടിയായിരുന്നു കേട്ടോ. പക്ഷേ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടില്ലേ ആ അന്തരീക്ഷം. രാവിലെ ഒരു കുഴപ്പമില്ലാതെ പ്രസന്നമായ ഒരു അന്തരീക്ഷമായിരുന്നു. ഞങ്ങളവിടെ എത്തി. കല്ലറയൊക്കെ അത്യാവശ്യം ഒന്ന് ക്ലീൻ ചെയ്ത് പൂക്കളൊക്കെ വെച്ചു, തിരി കത്തിച്ചു. ഞങ്ങൾ കുറച്ച് നേരം പപ്പയോട് സ്വകാര്യങ്ങളൊക്കെ പറഞ്ഞു നിന്ന് കേട്ടോ. പപ്പയോട് പറയാൻ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിലുടനീളം ഒരുപാട് അനുഭവങ്ങൾ വന്നപ്പോൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇവിടെ എത്തുമ്പോൾ പറഞ്ഞു തീർക്കാറുണ്ട് കേട്ടോ. ഇങ്ങോട്ടുള്ള വരവും ആ വഴികളും ഒക്കെ ഇപ്പോൾ നൊമ്പരക്കാഴ്ചകൾ തന്നെയാണ്. കാരണം പപ്പയുടെ കൈ പിടിച്ച് ഈ പള്ളിമുറ്റത്തേക്കും തൊട്ട് മുമ്പിലുള്ള സ്കൂളിലേക്കുമൊക്കെ ഞങ്ങളുടെ ബാല്യം പെയ്തിറങ്ങിയ സന്തോഷങ്ങളുടെ നാളുകളൊക്കെ എങ്ങനെ മറക്കാനാവും.